നമസ്തേ സുഹൃത്തുക്കളെ, നായർ സർവീസ് സൊസൈറ്റിയുടെ സമുദായാചാര്യൻ്റെ സമാധിയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പത്മ കഫേ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം വലിയൊരു ബോർഡ്. ചങ്ങനാശ്ശേരി തിരുവല്ല MC റോഡാണ് കണ്ടത്. ഇതിനകത്തോട്ട് കയറിയാൽ ഇവിടെ വിശാലമായ ഏകദേശം ഒരു അരേക്കർ സ്ഥലം, ഒരു 50 സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ തന്നെയാണ് ഈ ഒരു വലിയൊരു കെട്ടിടം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ കണ്ടാലൊരു കൺവെൻഷൻ സെൻറ്റർ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടം പത്മ കഫേ എന്ന ബോർഡ് കണ്ട് ഞാൻ കയറിയതാണ്. കാരണം ഇത് കേട്ടിട്ടുണ്ട്, NSS ഏറ്റവും പുതിയതായി തുടങ്ങിയ സംരംഭമാണെന്ന്. നായന്മാർക്ക് ദേഹണം നന്നായി വഴങ്ങുമെന്ന് തെളിയിക്കുവാനുള്ള ഒരു അവസരം. എന്തായാലും അകത്ത് കയറി നോക്കിക്കളയാം. ചൂട് വെച്ച് അകത്തേക്ക് കയറി. സാമാന്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സീനാണ് കാണുന്നത്. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ പടം തന്നെ അവിടെ കാണുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു ചെന്നു. അവിടെ റിസപ്ഷനിൽ ഒരു ലേഡി ഇരുന്ന് ക്യാഷ് വാങ്ങിക്കുന്നുണ്ട്. ക്യാഷ് കൗണ്ടറാണ്. അപ്പുറത്ത് മറ്റൊരു കൗണ്ടർ ഞാൻ കണ്ടു. അത് ടേക്ക് അവേ സർവീസാണെന്ന് തോന്നുന്നു. അതായത് സാധനങ്ങൾ അവിടെ ചൂടായിട്ട് ഗ്ലാസ് അലമാരയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. അകത്ത് വിശാലമായ സൗകര്യത്തോടുകൂടി നായന്മാരുടെ ആഢ്യത്വം വിളിച്ചോതുന്ന വലിയ മഹത്തരമായ ഒരു ഏരിയ ഞാൻ കണ്ടു. ഡൈനിങ് ഹാളായിട്ട് അവിടെ കുറച്ച് പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എല്ലാം യൂണിഫോമിട്ട വനിതകളും പുരുഷന്മാരെയും ഒക്കെ കാണുവാൻ സാധിച്ചു. ഒരാൾ യൂണിഫോം ഇല്ലാതെ തന്നെ ഒരു ഇൻചാർജായ വ്യക്തിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയും അവിടെ കാണുവാൻ സാധിച്ചു. പിന്നെ അവിടെ നല്ല അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. വളരെ നല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അടുക്കും ചിട്ടയായിട്ടും വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ തോന്നി. അതായത് ഹോട്ടൽ എന്ന കൺസെപ്റ്റിന് സാധാരണക്കാരിൽ ഉളവാക്കുന്ന താല്പര്യം, അതിൻ്റേതായ ഒരു ആംബിയൻസ് അതൊക്കെ അവിടെ കിട്ടും. മസാല ദോശ, ഗീ റോസ്റ്റ്, എനിക്ക് മസാല ദോശ ആദ്യം താ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ച് ഉറച്ച് എന്തായാലും ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത സാധനം മസാല ദോശ തന്നെയാണ്. ഇപ്പം നമുക്ക് നോക്കിക്കളയാം. അതാ വന്നിട്ടുണ്ട്. നല്ല ഹോസ്പിറ്റാലിറ്റി സർവീസ്, നല്ല പാചകം തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. തുടങ്ങാം അല്ലേ? എന്താ കണ്ടോ, ഉഴുന്നുവടയുണ്ട്. കൊള്ളാം, ആഹാരം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നു. നല്ല മസാല ദോശ. ഉപ്പും പുളിയും എരിവും ഒക്കെ. സൈഡ് ഡിഷ് ചട്നി, സാമ്പാർ. കടുപ്പമുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ പറയും കടുപ്പം വേണം. ഇല്ല, ഞാൻ കടുപ്പം വേണമെന്ന് പറയും. നല്ല കടുപ്പമുള്ള ചായ ഉണ്ട്. സോസറിൽ ഒഴിച്ച് കുടിക്കണമെന്നാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ മതി മതി. ചായ നല്ല കടുപ്പമുള്ള ചായ. ഇപ്പോൾ ഈ മസാല ദോശയ്ക്കുള്ളിൽ നല്ല ആവശ്യത്തിന് കിഴങ്ങും കൂട്ടുമൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കാണിക്കുമായിരുന്നു. നന്നായിട്ട് നല്ല ഭക്ഷണമായിട്ട് തന്നെയാണ്. എല്ലാം ഇലയിലാണ്. പ്ലേറ്റിന് പുറത്തൊരു ഇലയിട്ട് അതിലൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു പ്രത്യേക ചട്നിയുണ്ട്, കൂടാതെ സാമ്പാർ, പിന്നെ ഉഴുന്നുവട, നല്ല ക്രിസ്പി ഉഴുന്നുവട, നല്ല ഉഴുന്നുവട തന്നെ. അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുരുമുളകൊക്കെ ആയിട്ട്, പച്ചമുളക്, കുരുമുളക്. ഓക്കെ, നല്ല ഉഴുന്നുവട തന്നെയാണ്. നല്ല ഉഴുന്നുവട. ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. മസാല ദോശ 90 രൂപ, ചായ 15 രൂപ, ഉഴുന്നുവട 15 രൂപ. മിതമായ നിരക്കേ ഉള്ളൂ. ചായ നല്ല ബെസ്റ്റ് കടുപ്പത്തിൽ തന്നെയായിരുന്നു. കുടിക്കാൻ ഇനി ബാക്കിയുണ്ട്, അതുകൂടെ കുടിച്ച് തീർത്തിട്ട്
ഇനി ഇവിടുത്തെ സ്റ്റാഫ്സിനെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇതല്ല വേണ്ടത്. ഈ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ ഏത് തരത്തിലുള്ള അങ്ങനെ സാമുദായിക വിഭജനമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ പിള്ളേരൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരാണ്. മുന്നോട്ട് +2 കഴിഞ്ഞ് വീണ്ടും ഇവർ ജോലി ചെയ്യുന്നു. നന്നായിട്ട് അവരവരുടെ ജോലി ചെയ്യുന്നു. നമുക്കിവിടെ നിന്നാൽ കാണാം. ഏറ്റവും ആധുനിക രീതിയിൽ വെളിയിൽ നിന്ന് കാണാവുന്ന രീതിയിലുള്ള കിച്ചണും ഒക്കെ ആയിട്ട് ഗ്ലാസ് ഇട്ട് അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് വെടിപ്പായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന വെളിയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു സാധാരണ ഹോട്ടലിന് ആവശ്യമായ മുഖ്യ ഘടകങ്ങളാണ്. അതെല്ലാം അവർ പാലിച്ചിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് യാത്ര പറയുകയാണ്. അടുത്ത ഒരു വ്ലോഗുമായി വരാം. അപ്പം ഈ വ്ലോഗ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മന്നത്ത് പത്മനാഭൻ്റെ പേരിൽ പത്മ എന്ന് പറയുന്ന ഹോട്ടൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ വെളിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നല്ല ഗ്രീനറിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പാർക്കിംഗ് പ്ലേസൊക്കെ ധാരാളമുണ്ട്. ആദ്യം വന്ന് കയറിയപ്പോൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈവൻ സെക്യൂരിറ്റി പോലും നല്ല പെരുമാറ്റമാണ്. എല്ലാവരും നല്ല പെരുമാറ്റമാണ് ഇവിടെ. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. വെളിയിൽ നിന്നൊരു വിശാല വ്യൂ ഒന്നുകൂടി നമുക്ക് കാണാം. മുമ്പ് പറഞ്ഞ പോലെ MC റോഡാണ്, മെയിൻ സെൻട്രൽ റോഡ്. പഴയ റോഡാണ്, പക്ഷേ നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ്. ഇപ്പോഴും സാമാന്യം തിരക്കുള്ള റോഡാണ്. പ്രൈവറ്റ് കാറുകളും ധാരാളം ബസ്സുകളും ഒക്കെ പോകുന്ന റൂട്ടും ഒക്കെ തന്നെയാണ്. വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് NSSൻ്റെ മറ്റ് പ്രധാന സ്ഥാപനങ്ങളുടെ അടുത്ത് ഒരു പോയിട്ട് വരാം. ഇത് NSSൻ്റെ ഏറ്റവും പഴയ ആദ്യം തുടങ്ങിയ സ്ഥാപനമാണ്. NSS ഹിന്ദു കോളേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ആദ്യം പ്രീ ഡിഗ്രി ആയിരുന്ന കാലഘട്ടം ഇപ്പം അതിൽ നിന്ന് മാറി പ്രീ ഡിഗ്രി മാറിയിട്ടുണ്ട്. +2 വേറെയാണല്ലോ, സ്കൂളുകളിലാണല്ലോ. അതുകൂടാതെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ ഉണ്ട്. വലിയ ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ കാണുന്നത് നല്ലൊരു വിശാലമായ സ്റ്റേഡിയം ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റോഡിൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് കാണാൻ സാധിച്ചത് NSSൻ്റെ ഒരു കൺവെൻഷൻ സെൻ്റർ. അത് വലിയ പഴക്കമില്ലാത്ത ഒരു പുതിയ സംരംഭമായിട്ട് ആണ് അറിയുന്നത്. അവിടെ ധാരാളം വിവാഹം, മറ്റു ഫംഗ്ഷനുകളൊക്കെ നടക്കാറുണ്ടെന്ന് അറിയുന്നു. അത് മനോഹരമായിട്ട് പെയിൻ്റ് അടിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. ഒരേ തരം പെയിൻറ്റ് തന്നെയാണ് NSSൻ്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം നമുക്ക് കാണുവാൻ സാധിച്ചു. ഈ റോഡ് നല്ല തിരക്കുള്ള റോഡ് ഇതാ കാണുന്നു. അതുപോലെ NSSൻ്റെ ഒരു പ്രിൻറ്റിംഗ് പ്രസ് അപ്പുറത്ത് ഉണ്ട്. കൂടാതെ NSS മെഡിക്കൽ മിഷൻ. ഇത് NSS ഹിന്ദു കോളേജിൻ്റെ ദൂരെ നിന്നുള്ള ക്ലോസപ്പ് വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിൻ്റെ ക്ലോക്ക് ടവർ, അതിന് താഴെ ഗ്രൗണ്ട്. ഇവിടെ MG കുറുപ്പ് സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നു. എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിലിരുന്ന് വെളിയിലിരുന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവല്ലയിലാണ് പഠിച്ചതെങ്കിലും ഞങ്ങളുടെ കോളേജും മർത്തമ കോളേജും ഇവിടെ NSS കോളേജുമായിട്ടുള്ള കളി കാണാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്ന് ഓർമ്മ വരുന്നു. ഇതിപ്പം ഇവിടെ കാണുന്ന NSSൻ്റെ സ്ഥാപനങ്ങളും NSSൻ്റെ ബിൽഡിങ്ങുകളും ഒക്കെ തന്നെയാണ് ഈ റോഡിൻ്റെ ഇരുവശം. ഇത് പെരുന്നയാണ്. പെരുന്ന എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് സൈൻ ബോർഡ് കാണാൻ സാധിക്കും. ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് വലത്തോട്ട് സൈൻ ബോർഡ് കൊടുക്കും. തിരുവനന്തപുരത്ത് നേരെ MC റോഡ്. ശബരിമലയ്ക്ക് അവിടെ നിന്ന് പകുതി വഴിക്ക് നമ്മൾ തിരുവല്ലയിൽ നിന്ന് തിരിഞ്ഞ് ശബരിമലയ്ക്ക് പത്തനംതിട്ടയ്ക്ക് വഴി പോകുന്ന റൂട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ NSSൻ്റെ പ്രസ്സാണ്. പഴയ പ്രസ് തന്നെയാണിത്, പ്രിൻറ്റിംഗ് പ്രസ്. NSSൻ്റെ ഹോസ്പിറ്റലിലായി കാണുന്നു. ഇതൊരു നാലുകെട്ട് പോലെ തന്നെ പണ്ടത്തെ കെട്ടിടമായിട്ട് തന്നെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നതായിട്ട് തന്നെ കാണുന്നു. വലിയ പുരോഗതിയായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല വെളിയിൽ. അകത്ത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പുറത്തുനിന്നുള്ള വ്യൂ മാത്രമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അപ്പം ഇങ്ങനെ ഒരേ ഛായയുള്ള ഒരേ പെയിൻ്റുള്ള കെട്ടിടങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ NSSൻ്റെ പ്രതിനിധി സഭാ മന്ദിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് NSSൻ്റെ സമുദായൻ്റെ സമാധി സ്ഥലം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെ പൂർവാധികം അലങ്കരിച്ച് നല്ല ലോണൊക്കെ വിരിച്ച ഒരു പുരയിടമാണ്, ഒരു സ്ഥലമാണ്. അവിടെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. പണ്ടും ഇന്നും എന്നും അത് നന്നായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നല്ല ഓട് വിരിച്ച നല്ല ഒരു വലിയ കെട്ടിടം. ഇപ്പുറത്ത് NSSൻ്റെ ഒരു ആയുർവേദ ഫാർമസി ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ NSS മന്നത്ത് പത്മനാഭൻ റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് തന്നെ ഇവിടെ സൈഡിൽ കൂടെ കാണാം, കോമ്പൗണ്ടിൻ്റെ വെളിയിൽ കൂടെ. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്ത് NSS സമുദായാചാര്യൻ്റെയും അവരുടെ കുടുംബക്കാരുടെയും ഒക്കെ വീടുകളിൽ സ്ഥലങ്ങളുമൊക്കെ ആയിട്ട്
മറ്റ് നായർ സ്ഥലങ്ങളുമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ ബ്ലോഗ്. അതിനു മുമ്പ് ചോദിക്കുവാനുള്ളത്, NSS ഇങ്ങനെ ഒരു ചെറിയ കൺവെൻഷൻ സെൻറ്ററും അല്ലെങ്കിൽ പ്രസ്സും അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലും ഒക്കെ ആയിട്ട് ഒതുങ്ങിയാൽ മതിയോ? NSS സ്ഥാപനങ്ങൾ ഇനിയും ഇതിൻ്റെ ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസ്തമായ ഈ സാമൂഹ്യ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.